ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ദാ വരാൻ പോവുകയാണ്. എന്താണ് ജോലിയുടെ സ്വഭാവം? ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് എത്താൻ പറ്റുക, എന്താണ് ജോലിയുടെ സ്വഭാവം, ജോലിയിൽ കയറിയാൽ എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടി വരിക, എറണാകുളത്ത് മാത്രമാണോ ജോലി കിട്ടാൻ സാധ്യതയുള്ളത്, മറ്റെവിടെയെങ്കിലും കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ നിരവധി സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. എന്താണ് ജോലിയുടെ സ്വഭാവം? മക്കളെ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് കേരള ഹൈക്കോടതിയിലേക്ക് നടത്തുന്ന റിക്രൂട്ട്മെന്റ് ആണ്. ഇത് നടത്തുന്നത് കേരള PSC അല്ല, ആരാണ്? ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതിയാണ് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തുക, കേരള PSC അല്ല. ഇതിന്റെ ജോബ് വരുന്നതിന്റെ ലൊക്കേഷനും എറണാകുളം തന്നെ ആയിരിക്കും. കാരണം കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എറണാകുളവുമായി ബന്ധപ്പെട്ടായിരിക്കും ജോലി ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി ഓർത്തു വച്ചേക്കാം. ജോലിയുടെ സ്വഭാവം മക്കളെ, ഇത് ശ്രദ്ധിച്ച് കേട്ടോണേ. ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇതൊരു ഗ്രൂപ്പ് C പോസ്റ്റ് ആണ്. വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോ, ഇതൊരു ഗ്രൂപ്പ് C പോസ്റ്റ് ആണ്. ഓക്കെ, ഇതൊരു മിനിസ്റ്റീരിയൽ ജോബാണ് എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ ജോലിയും ഇതിനകത്തിൽ വരാം, അഡ്മിനിസ്ട്രേറ്റീവ് ജോലിയും ഇതിനകത്തിൽ വരാം. ക്ലറിക്കൽ ആയിട്ടുള്ള ഒരു ഓഫീസിൽ തന്നെ ഇരുന്ന് ചെയ്യേണ്ടുന്ന ക്ലറിക്കൽ പേപ്പർ വർക്കുകൾ അല്ലെങ്കിൽ ഫയൽ മൂവ്മെന്റുകളുമായി ബന്ധപ്പെട്ട ജോലിയും വരാം. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ജോലിയും എവിടെ തന്നെ വരുന്നുണ്ട്? ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് കീഴിൽ തന്നെ വരുന്നുണ്ട്. ജുഡീഷ്യൽ ആയിട്ടുള്ള ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരത്തിൽ നിരവധി ഡിപ്പാർട്ട്മെന്റുകൾ നമ്മുടെ കേരള ഹൈക്കോടതിയിലുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് കീഴിലായിരിക്കും എന്ത് ചെയ്യേണ്ടി വരിക? ജോലി ചെയ്യേണ്ടി വരിക. അതൊരു ക്ലറിക്കൽ ആയിട്ടോ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടോ ഉള്ള ജോലിയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഗ്രൂപ്പ് C മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മിനിമം ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തേക്കാം, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. മക്കൾ, ഇതിന്റെ സാലറി എന്ന് പറയുന്നത് ഒരു ഹെഡ് ക്ലർക്കിന്റെ സാലറിയാണ് വരേണ്ടത്. ഓക്കെ, ക്ലർക്ക് അല്ല, ഒരു ഹെഡ് ക്ലർക്കിന്റെ സാലറിയാണ് ഇവിടെ വരേണ്ടത്. അതായത് 39,300 മുതൽ 83,000 വരെയാണ് കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് സാലറി. അപ്പൊ 83,000 രൂപ വരെ പരമാവധി ലഭ്യമാകുന്ന ഒരു ഡിഗ്രി നിലവാരമുള്ള പോസ്റ്റ് ആണ് കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റ്. മിനിമം ബേസിക് പേ എന്ന് പറയുന്നത് 39,300 ആണ്. ഈ പോസ്റ്റിൽ ജോലി കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല ഒരുപാട് കാര്യങ്ങൾ ഈ ജോലിയുടെ ഭാഗമായിട്ടുണ്ട്. ഒന്ന്, ട്രേഡ് യൂണിയൻ ബാരിയറുകൾ ഒന്നും തന്നെ ഈ പോസ്റ്റിൽ ഇല്ല. കാരണം നിങ്ങൾക്ക് പ്യുവർ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കത്തില്ല. കേരള ഹൈക്കോടതിക്ക് അതിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലീവുമായി ബന്ധപ്പെട്ട് ചില എക്സംഷൻസും എവിടെ കിട്ടുന്നുണ്ട്? നോർമൽ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് വ്യത്യസ്തമായി കിട്ടുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള 1-2 വ്യത്യാസങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പൊ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് 39,300 മുതൽ 83,000 രൂപ വരെ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ് എന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ഈ ജോലി ഏത് ജോലിയോട് സിമിലർ ആണ്? മക്കളെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന കേരള സെക്രട്ടേറിയറ്റിലോട്ട് ജോലി കിട്ടുന്ന ഡിഗ്രി നിലവാരമുള്ള കേരള PSC നടത്തുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയോട് സിമിലർ ആണ് കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുക. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ ഒരാൾ ജോലിക്ക് കയറുമ്പോൾ ചെയ്യുന്ന പ്രധാന കാര്യങ്ങളെല്ലാം തന്നെ സിമിലർ ആയിട്ട് എവിടെ വരുന്നുണ്ട്? ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ കീഴിലും വരുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെച്ചാൽ. അപ്പം സിമിലർ ജോബ് വരുന്നത് സെക്രട്ടറി അസിസ്റ്റന്റ് ആണ്. ഒരു തരത്തിൽ നോക്കിയാൽ ഇവർ ഫോളോ ചെയ്യുന്നത് KSR റൂളാണ്. കേരള സ്പെഷ്യൽ റൂൾസുമായി ബന്ധപ്പെട്ട KSR റൂൾസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പെൻഷൻ ഉണ്ട്. NPS ആണ് പെൻഷൻ വരുന്നത്. NPS എന്ന് പറയുന്ന നമ്മുടെ കേരള ഉദ്യോഗസ്ഥർ, ഗവൺമെന്റ് ജോലിയിലുള്ള ആളുകൾ ഫോളോ ചെയ്യുന്ന NPS തന്നെയാണ് ഇവരും എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഇതെന്തല്ല, പ്യുവർ ആയിട്ട് ഗവൺമെന്റ് ജോബ് അല്ല. പക്ഷെ ഗവൺമെന്റ് ജോലിക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും എവിടെയും കിട്ടുന്നുണ്ട്, ഹൈക്കോർട്ട് അസിസ്റ്റന്റിലും കിട്ടുന്നുണ്ട്. നേരിട്ട് ഗവൺമെന്റ് ജോലി അല്ല എന്നുള്ള കാര്യം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിൽ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം കൂടി ഓർത്തു വെച്ചേക്കാം. ഇനി ഇതിന്റെ പ്രമോഷൻ സാധ്യതകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് പ്രമോഷൻ കിട്ടുക? മക്കളെ, നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലാണ് ജോലി കയറുക. നിങ്ങളുടെ ഫസ്റ്റ് ജോലി വരുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന അസിസ്റ്റന്റ് തസ്തികയായിരിക്കും. അതിനുശേഷം നെക്സ്റ്റ് ലെവൽ പ്രൊമോഷൻ വരുന്നത് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. അസിസ്റ്റന്റിൽ നിന്ന് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആയിട്ട് പ്രൊമോഷൻ കിട്ടുന്നു. അതിനുശേഷം അസിസ്റ്റന്റ് സെക്ഷണൽ ഓഫീസർ ആയിട്ടാണ് നിങ്ങൾക്ക് ജോലിക്ക് പ്രൊമോഷൻ കിട്ടുക, സ്ഥാനക്കയറ്റം കിട്ടുക. അസിസ്റ്റന്റ് സെക്ഷണൽ ഓഫീസറിൽ നിന്ന് സെക്ഷണൽ ഓഫീസർ ആയിട്ടും, അതിനുശേഷം ഫയലിംഗ് സ്ക്രൂട്ടണി ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും, അതിനുശേഷം അസിസ്റ്റന്റ് രജിസ്ട്രാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുമാണ് കിട്ടുക. അതിനുശേഷമാണ് ഡെപ്യൂട്ടി രജിസ്ട്രാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പോവുക. അത് കഴിഞ്ഞാൽ ജോയിന്റ് രജിസ്ട്രാർ അങ്ങനെ രജിസ്ട്രാർ വരെ ജോലി കിട്ടാവുന്ന ഒരു പോസ്റ്റ് ആണ് ഏത് എന്ന് പറയുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുക. സെക്രട്ടറിയിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴുള്ള പോസ്റ്റിങ്ങുകളിൽ മാത്രം എന്താണ് വ്യത്യാസം വരുന്നുണ്ട്.
ബാക്കിയെല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പൊ അസിസ്റ്റന്റ്, സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെക്ഷണൽ ഓഫീസർ അവിടേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു ഗസറ്റഡ് റാങ്കിലോട്ടൊക്കെ എത്തുകയാണ്. ദെൻ ഫയലിംഗ് സ്ക്രൂട്ടണി ഓഫീസർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ, അതേപോലെ തന്നെ ഡെപ്യൂട്ടി രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ, ദെൻ രജിസ്ട്രാർ എന്ന് പറയുന്ന പോസ്റ്റ് വരെ കിട്ടാവുന്ന സ്ഥാനക്കയറ്റം ലഭ്യമാകുന്ന പോസ്റ്റ് ആണ് ഏത്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുക. അത് എറണാകുളം ജില്ലയിൽ മാത്രമായിരിക്കും എന്താണ്, എറണാകുളം ജില്ലയിൽ മാത്രമായിരിക്കും ജോലി കിട്ടാനുള്ള സാധ്യത എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തേക്കാം, ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഇത്രയും പ്രത്യേകതകളുള്ള ഒരു പോസ്റ്റ് ആണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുക. ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റിന്റെ മക്കളെ ഒരു കാര്യം ഓർത്തു വെച്ചേക്കണേ, ഇത് പഠിക്കാനായിട്ട് 2 പരീക്ഷകളാണ് ഉള്ളത്. 2 പരീക്ഷകളാണ് ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഓബ്ജക്റ്റീവ് ടൈപ്പിലെ നമ്മൾ PSC എഴുതുന്നത് പോലെയുള്ള OMR എക്സാമിനേഷൻ ആണ്. OMR തന്നെയാണ്. 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ് OMRൽ ഉണ്ടാവുക. അവിടെ ഇംഗ്ലീഷിന് വെയിറ്റേജ് കൂടുതലാണ്. അതിനുശേഷം അന്നേ ദിവസം ഈ ഓബ്ജക്റ്റീവ് എക്സാമിനേഷൻ കഴിഞ്ഞാൽ 1 മണിക്കൂറാണ് ഓബ്ജക്റ്റീവ് എക്സാമിനേഷന്റെ സമയം. ആ 1 മണിക്കൂർ കഴിഞ്ഞാൽ നേരെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ തുടങ്ങുകയാണ്. ഒറ്റയടിക്കാൻ എന്ത് ചെയ്യാണ്, ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ തുടങ്ങുകയാണ്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനും അപ്പോൾ തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 60 മാർക്കിന്റെ സ്കോർ ആണ് വരിക. അതിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏതായിരിക്കും, ഓബ്ജക്റ്റീവ് കട്ട് ഓഫ് മാത്രമായിരിക്കും എന്ത് ചെയ്യുക, പരിഗണിക്കുക എന്നുള്ള കാര്യം എന്ത് ചെയ്തേക്കാം, ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇത് കൂടാതെ ഇന്റർവ്യൂ കൂടി എന്താണ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ മക്കളെ, പക്കയല്ലേ? ഈ രീതിയിലാണ് എക്സാം വരിക. ഒരു ചിട്ടയായ പഠനം ഇവിടെ ആവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഓബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അതിന്റെ ഇന്റർവ്യൂ ഗൈഡൻസ് വരെ തരാൻ സാധ്യതയുള്ള ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച് ആണ്. നമ്മൾ ജൂൺ മാസം ആദ്യത്തെ ആഴ്ചയിലാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ചിൽ കയറുക. പേയ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. മക്കളെ, ജൂൺ മാസം ആദ്യം തൊട്ട് ക്ലാസ്സുകൾ കിട്ടി തുടങ്ങാണ്. ഇനി അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. അപ്പൊ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. 8281223366 പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും പൂർത്തിയാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു കാര്യം ക്രമീകരിച്ചിട്ടുള്ളത്. ധൈര്യമായിട്ട് ബാച്ചിലോട്ട് ജോയിൻ ചെയ്തോടാം. നമുക്ക് നന്നായിട്ട് പഠിച്ചു പോകാം. അപ്പൊ സമയമില്ല, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷനും ബാക്കി കാര്യങ്ങളെല്ലാം വരും. അപ്പം കുറഞ്ഞ സമയത്തിനുള്ളിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുമുള്ള പോസ്റ്റാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോ. 8281223366 നമ്പറിലോട്ട് വിളിച്ചോടാ. നമുക്ക് ക്ലാസ്സിൽ കാണാം.